നല്ല വെൽ പ്ലാനഡ് ആയിട്ട് നല്ല ബുദ്ധിയുള്ള കള്ളന്മാർ ഒരു ബാങ്കിലേക്ക് പോവുകയാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആരും അവരൊന്നും ചെയ്തില്ല. അവരോട് പറയാണ് നിങ്ങളെല്ലാവരും നിങ്ങൾ ഡ്രസ്സ് വരുമെന്ന് പറയാണ്. അതിലാണെങ്കിൽ അവർക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ അവരെ ഉപദ്രവിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ പോലീസ് അതിനുള്ളിൽ ഇടിച്ചു കയറുകയാണ്. അപ്പൊ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കള്ളന്മാരെ കണ്ടില്ല. തോക്കുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കൗണ്ടറിലെ ക്യാഷ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ റോബറി നടന്ന പോലത്തെ ഒരു അടയാളം കൂടി ഇല്ല. പക്ഷെ ഇവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തുക തന്നെ അവിടുന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. ഇതാണ് അവളെ സ്വത്ത് പയ്യൻ സംഘത്തലവനായ ജാക്ക്. ഇങ്ങനെയാണ് ജാക്ക് സംഘത്ത് ചെയ്തത്. ജാക്ക് പതുക്കെ ഒരു ജോലിക്കാരുടെ വേഷം ധരിച്ചു ബാങ്കിലോട്ട് കയറി ചെല്ലുകയാണ്. അവിടുത്തെ ക്യാമറയൊക്കെ ഒരു തരത്തിലുള്ള ലൈറ്റ് ഉപയോഗിച്ച് അതൊക്കെ നശിപ്പിക്കുകയാണ്. ജാക്കിന്റെ സംഘത്തിലെ ഒരാൾ അതിനുള്ളിൽ ക്ലീനിങ് ആയിട്ട് വന്നിട്ട് നൈസായിട്ട് അതിന്റെ വാതിലൊക്കെ ഉള്ളിൽ നിന്ന് പൂട്ടുകയാണ്. അപ്പോഴേക്കും അവിടുത്തെ ഒരു ഗോഡിൽ എന്തോ സംശയം തോന്നുന്നതാണ്. പെട്ടെന്ന് തന്നെ നൈസായിട്ട് പിന്നിലോട്ട് പോയി തോക്ക് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ബാങ്കിൽ എല്ലാവരെയും ഇവരെ കണ്ടറിലാക്കുകയാണ്. ആ സമയത്ത് പുറത്തുണ്ടായിരുന്ന പോലീസുകാരന് എന്തൊരു സംശയം തോന്നിയിട്ട് ബാങ്കിന്റെ അകത്തോട്ട് നോക്കുകയാണ്. അയാൾ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലൊക്കെ ഇൻഫോ ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസിന്റെ സ്ക്വാഡെല്ലാം വന്നിട്ട് ആ ബിൽഡിംഗ് ചുറ്റും കളയാണ്. പക്ഷെ നമ്മളെ ചെക്കൻ ജാക്കിനാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിഷയമല്ല. കാരണം എല്ലാ കാര്യങ്ങളും അവന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ജാക്കാണെന്നുണ്ടെങ്കിൽ അവന്റെ ആളോട് അവരുടെ ആളുകളെ മൊത്തം വാലറ്റും ഫോണും ഒക്കെ വാങ്ങാൻ പറയാണ്. അതിനുശേഷം അവരോടൊക്കെ ഒരുപോലത്തെ ഡ്രസ്സ് ധരിക്കാൻ പറയാണ്. ജാക്ക് ലോക്കർ റൂമിലോട്ട് നടന്നു പോവാണ്. അവിടെ പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ ലോക്കർ റൂമിലോ മറ്റുള്ള സാധനങ്ങളുടെ മേലെ ഒന്നും കൈ വെക്കുന്നുണ്ടായിരുന്നില്ല. അവൻ നേരെ മറ്റൊരു ലോക്കർ റൂമിന്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിന് താഴെ പൊളിക്കുകയാണ്. അങ്ങനെ ഒരു ഈ ഒരു കേസ് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളെ ഏൽപ്പിക്കുകയാണ്. ആൾ വന്നിട്ട് നേരെ ജാക്കിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജാക്കാണെന്നുണ്ടെങ്കിൽ പുല്ല് വില കൊടുത്ത് വിടുകയാണ്. അതിനുശേഷം CCTV ക്യാമറാസും അങ്ങനെ പലവിധ കാരണങ്ങളും ആൾ നോക്കി നടന്നു. പക്ഷെ ഒന്നും ആൾക്കൊരു ചുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബന്ധിയെ ജാക്ക് മോചിപ്പിക്കുകയാണ്. ആളെ കൗത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. പോലീസാണെങ്കിൽ അത് ബോംബാണ് എഴുതി ഒന്ന് ഭയക്കാണ്. അതിനുശേഷം ധൈര്യം സംഭരിച്ച് അത് പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു നോട്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് രാത്രി ആകുമ്പോഴേക്കും 2 വലിയ ബസ്സുകളും അതുപോലെ തന്നെ 2 ജെറ്റുകളും ഫുൾ ഇന്ധനത്തോടെ തയ്യാറാക്കണമെന്നായിരുന്നു. അതിനുള്ളിൽ ബന്ധിയാക്കി വെച്ചിട്ടുള്ള ഓരോരുത്തരും മരിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ എഴുതിയിട്ടുണ്ട്.